ഇപ്പൊ അറിയാം എന്റെ മോനെ. അതുകൊണ്ടോ ജൈന്റ് അടിച്ചു കയറ്റി നല്ല അടിപൊളി ജൈന്റ് സാധനമാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. മീനടിച്ചു അടുത്തത് ഞാൻ മീൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ അടിച്ച കൊച്ചു ജൈന്റ് ആണ്. ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മീൻ വെട്ടും തോറും ഇങ്ങനെ മീൻ കിട്ടിക്കൊണ്ടിരിക്കല്ലേ. 10ാമത്തെ മീൻ നമുക്കൊരു കറിക്കുള്ള മീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2.5 കിലോ സാധനം കാണും അല്ലേ. ഇത് വരും ഇതിന് നമുക്ക് ഗ്രില്ലടിക്കാൻ വേണ്ടി എന്റെ ഉണ്ണിമോന്. ഇപ്പൊ നമ്മുടെ മീനിന്റെ മസാല എല്ലാം കൂടെ മീൻ്റെ അകത്ത് ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊന്നോ അടിപൊളി സാധനം. ഓ എന്റെ പൊന്നോ എന്റെ പൊന്നോ ഒരു രക്ഷയില്ല. അടിപൊളി എന്തോ ടേസ്റ്റ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. അപ്പൊ ഞങ്ങൾ ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടെ കമോൺ ആംഗിൾസിലെ ഫുൾ ടീം ഉണ്ടല്ലേ. നമ്മുടെ കംപ്ലീറ്റ് ടീമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ അടിപൊളി ഒരു ഫിഷിംഗ് ട്രിപ്പ് ആണ്. ഒന്നാമത്തെ കാര്യം ഇവരെന്നോട് ഈ ചൂണ്ട മേടിച്ച സമയം തൊട്ട് പറഞ്ഞു, ചേട്ടാ നമുക്കൊരു അടിപൊളി ട്രിപ്പിന് പോകണം, നല്ല കിടിലനായിട്ടൊരു ട്രിപ്പിന് പോകണമെന്ന്. ചേട്ടന് വേണ്ടി എന്നും എന്നെ വിളിക്കും, ചേട്ടാ എവിടെയെങ്കിലും പോയി നമുക്കൊരു അടിപൊളി ഒരു ട്രിപ്പ് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ടീം ഇന്ന് സജ്ജരായിട്ടുണ്ട്. അപ്പം എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കണ്ടില്ലേ, നമ്മളെ കംപ്ലീറ്റ് ടീം കൂടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് വന്നേക്കുന്ന പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു പാറക്കുളത്തിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അടിപൊളി കൊമ്പന്മാര് കടന്ന് വിളയുന്ന സ്ഥലം അല്ലേ. അത് അവന്മാരെ പിടിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഗ്രില്ലടിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ വണ്ടിക്കകത്തുള്ള സാധനം എല്ലാം കേട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ള് സാധനം നമ്മുടെ ചേട്ടന്റെ സ്വന്തമാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. ചേട്ടന്റെ ആണ് ഈ ഒരു പാറക്കുളം. ചേട്ടൻ പേരെങ്ങനെയായിരുന്നു? ഷിനിച്ചേട്ടനാണ്. അപ്പം നമ്മുടെ ഇത് എത്ര വർഷമായിട്ട് ഇതിങ്ങനെ കിടക്കുവാണ് മീന്? ഇതിപ്പോ ഒരു 5-6 വർഷമായിട്ട് ആരും മീൻ പിടിക്കാൻ കിടക്കണം. അപ്പൊ ഷിനിച്ചേട്ടനാണ് ഞങ്ങൾക്ക് ഇത്രയും സഹായം ചെയ്യുന്നത്. 1000 നന്ദി കേട്ടോ ഷിനിച്ചേട്ടൻ. അപ്പൊ എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോട്ട് പോയാലോ. സ്പോട്ടിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അച്ചുകുറോടെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ടീം എല്ലാം ബാക്കിലുണ്ട്. നമ്മുടെ ദാസപ്പനും നമ്മുടെ അർജുനും നമ്മുടെ വിനായകനൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഇവര് വിട്ടു പോവല്ല കേട്ടോ. ഓക്കെ അപ്പൊ നമ്മുടെ ടീംസ് മൊത്തം ഉണ്ടല്ലേ. കുക്ക് ചെയ്യാനുള്ള പാത്രമൊക്കെ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അതെ ബ്രോയുടെ വീട്ടിലോട്ട് പോവാണ്. ബ്രോ പഴങ്കഞ്ഞി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴങ്കഞ്ഞി കഴിക്കാൻ അതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിഷിംഗ് ട്രിപ്പിന് പോകുന്നത്. അപ്പൊ ഞങ്ങളും അതിൻ്റെതായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അണ്ണ ഞാൻ 4 മണിയായപ്പോ എണ്ണീച്ചിരുന്നു അറിയോ. പിന്നെ അല്ലാതെ ഐസപ്പത്തെ നമ്മുടെ വേണ്ട പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ നമ്മളിവിടെ പാർക്ക് ചെയ്തേക്കാണ് കേട്ടോ. കണ്ടോ ഫുള്ള് നമ്മൾ ഓഫ് റോഡുമായിട്ടാണ് പോകുന്നത്. ഇതേപോലെ നമ്മൾ ചെറിയൊരു ഓഫർ ഉണ്ട്, അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഗിയറൊക്കെ മാറ്റിയിട്ട് നമ്മുടെ വണ്ടി ആവശ്യമില്ല. എളുപ്പത്തിലേക്കാണ്ട് കയറിപ്പോ. അതെ അതെ പുള്ളി ഓൾറെഡി ഗൈസ്. അപ്പൊ നമ്മള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കണ്ടേ അടിപൊളി സ്ഥലമാണ്. ഫുള്ള് മീനാണ് കിടന്ന് ചാടുന്നത് കേട്ടോ. ഇവന്മാരെല്ലാം നമ്മളിന്ന് തൂക്കാനായിട്ട് പോകണില്ലാണോ. അതെ അതെ നമ്മൾ ഇന്ന് അടിച്ച് കേറ്റും കേട്ടോ. എത്ര ചൂണ്ടയായിരിക്കും അപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? ഇഷ്ടം പോലെ നിരത്തി വെച്ച് നമ്മളിന്ന് മീൻ പിടിക്കും. നമ്മുടെ ചൂണ്ടയൊക്കെ എല്ലാരും സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പൊക്കത്തന്നെ മീനെ പിന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാരും ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാ എന്താണ് അതൊന്നുമില്ല ഗൈസ്. അപ്പൊ അന്നദാനത്തിനുള്ള സാധനമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു ചാക്ക് തീറ്റയാണ് നമ്മൾ, ഒരു ചാക്ക് തീറ്റയാണ് ഒരു ചാക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മാജിക്കൽ കാർ ഫീഡിലാണ് ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് തീറ്റ എന്ന് പറയുന്നത് കാർ ഫിഷിങ്ങിനെ പിടിക്കാനുള്ള മാജിക്കൽ കാർ ഫീഡാണ്. അപ്പം നമുക്ക് ഇതേ കണ്ടില്ലേ മാജിക്കൽ കാർ ഫീഡ് അടിപൊളി തീറ്റ കേട്ടോ. ഒരു രക്ഷയില്ല, കിടിലൻ സാധനം. ഈ സാധനത്തിലാണ് നമ്മൾ മീനെ കയറ്റുന്നത്.
ഒരു ചാക്ക് തീറ്റയാണ് കൂട്ടുകാരെ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. കണ്ടില്ലേ? അന്നദാനം, വലിയ അന്നദാനം, സമൂഹ സദ്യ സമൂഹ സദ്യയാണ് നമ്മൾ നടത്തുന്നത്. ഒരു രക്ഷയില്ല, കിടിലൻ സമൂഹ സദ്യ. നമ്മള് ആദ്യത്തെ അങ്ങോട്ട് എറിയോ കേട്ടോ, നല്ല ഉണ്ടയൊക്കെ ഉരുട്ടി ഗൈസ്. അപ്പൊ നമ്മുടെ ആദ്യ പോയിക്ക് ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അടിച്ചിരിക്കുന്നത് റോഹു ആണ്. നമുക്ക് ആദ്യത്തെ മീൻ ലാൻഡ് നമ്മുടെ ഫസ്റ്റ് റോഹു. നമ്മള് കിട്ടിയ ഫസ്റ്റ് ഫിഷിനെ ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അതെ അതെ, നല്ലോണം നല്ല കിടില ഈ സംഭവം ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര എളുപ്പമായി, സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് മീൻ അടിച്ചല്ലേ? മീൻ അടിച്ചു, അടുത്തത് മീൻ അടിച്ചല്ലേ ഗൈസ്? അപ്പൊ അടുത്ത മീൻ നല്ലൊരു ഹെവി മീനാണെന്ന് തോന്നുന്നു കേട്ടോ. അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ നമ്മുടെ അർജുനാണോ ഗൈസ്? അപ്പൊ നമ്മുടെ അർജുന്റെ ചൂണ്ടൽ അടിച്ചിരിക്കുകയാണ്. ഓ അടിപൊളി 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 അടിപൊളി. അർജുനെ അത് ലൂസ് ആക്കി ഇട്ടിരിക്കുക, നൈസായിട്ട് കയറ്റി. രണ്ടാമത്തെ സാധനം വേണ്ട. ഓ അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നമുക്ക് ഇപ്പൊ അടിച്ച കൊച്ചു ജെയിന്റ് ആണ് ഇത് ഗൈസ്. അപ്പൊ നമ്മുടെ ദാസപ്പന് ഞാൻ മീൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൂടെ എങ്ങനെ കൊണ്ടുവരുന്നില്ല ഇവിടെ നമ്മുടെ ദാസപ്പന് മീൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ വലിച്ചു കയറ്റുന്നുണ്ട്. വലിക്കല്ലേ, ഹുക്കപ്പ് കൊടുക്കല്ലേ, ഹുക്കപ്പ് കൊടുക്കല്ലേ, കൊണ്ടുപോയി റോഹുവാ, ഹുക്കപ്പ് കൊടുക്കല്ലേ ഗൈസ്. അപ്പൊ നമ്മുടെ ദാസപ്പന്റെ മീൻ പോയി കേട്ടോ. ഗൈസ്. അപ്പൊ ഫസ്റ്റ് അടിച്ച് മീൻ എന്റെ കുരുങ്ങി പോയി കേട്ടോ. എന്നാലും നമ്മൾ താഴെത്തില്ല, വേണ്ടേ അടുത്ത സാധനമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, എറിയാൻ പോവാണ്. ഗൈസ്. അപ്പൊ കിട്ടിയ മീനാണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി കറി വെക്കാനായിട്ടാ. അതെ, നല്ല കറിയും അതെ, കപ്പ, ചോറ്, പിന്നെ നമ്മൾ ഗ്രില്ലടിക്കാൻ പ്ലാൻ ഉണ്ട്. മീൻ കിട്ടുവാണെങ്കിൽ അതെ, എല്ലാം നമ്മളിപ്പോൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ മസാല തേച്ച് വെക്കാനുള്ള പ്ലാൻ. അതെ, നമ്മൾ അരി വെക്കാനായിട്ട് പോകണം കേട്ടോ. നമ്മൾ എൻ്റെ കാലമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണ്ടേ സൈഡിൽ നിന്ന് ഒരാൾ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കിലോക്ക് 150 രൂപയായിരുന്നു. മാറിക്കൊടുക്കുന്നത് ഇവനാ മാറിയല്ലേ? കണ്ടേ അടിക്ക് എണ്ണാക്കി കയറിയിട്ടുണ്ട്. ഓപ്പൺ കേട്ടോ. ഓരോ മീൻ വെട്ടി തീരുന്ന നമ്മൾ ഓരോന്ന് കേറ്റിക്കൊണ്ടിരിക്കണം. നമ്മുടെ പരിപാടി വലുതോ അത് കാര്യമില്ല. അതെ അതെ, മീൻപിടുത്തത്തിന്റെ എത്തിക്സ് മീൻ പിടിക്കുന്നതിന്റെ വലുപ്പത്തിലല്ല കാര്യം, എണ്ണത്തിലാണ്. ഓരോ മീനും പിടിച്ചു കയറ്റുന്ന ഓരോ രീതിയിലാണ്. അതെ, അതായത് ഒരുപാട് വലുപ്പമുള്ള മീനെ പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ചെറിയ മീനാണെങ്കിൽ പോലും ആ മീനെ ലാൻഡ് ചെയ്ത് കയറ്റുന്നതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വലുപ്പം കൂടിയിട്ട് കാര്യമില്ല. അത് കറക്റ്റായിട്ടും കുഞ്ഞു മീനുകളാണെങ്കിൽ പോലും എണ്ണത്തിലാണ് കാര്യം. പ്രൊഫഷണൽ മീൻ വെട്ടുകാരനാണ്. കൊല്ലാതാണ് അവൻ വെട്ടുന്ന മീനെ. ഒരു സൈഡ് ഞാൻ തിളച്ചിട്ടുണ്ട്. നമ്മൾ അരി ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 മിനിറ്റ് പേർക്കുള്ള അരി അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ട നമ്മൾ ദാസവും അതുണ്ട് കിട്ടുന്നതിനെ അപ്പോൾ വെട്ടി പീസാവും അല്ലേ? അതെ. ഇപ്പൊ എത്ര കഴിക്കണം? ഇപ്പം മൊത്തത്തിൽ ഇത് 6ാമത്തെ 7ാമത്തെ ആണ്. 32 കിലോ കപ്പയായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. പുള്ളി ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ട് അരിഞ്ഞോണ്ടിരിക്കുകയാണ്. വേറെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. 20 കിലോ കൊത്തി നമ്മളെ കൊത്ത് നടക്കുക. അതെ ഗൈസ്. അപ്പൊ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമ്മളത് കപ്പ വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കപ്പ വേവിക്കാനായിട്ട് പോകണം. അപ്പൊ ദാസവനാണെങ്കിൽ ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മീൻ വെട്ടും തോറും ഇങ്ങനെ മീൻ കിട്ടിക്കൊണ്ടിരിക്കല്ലേ? 10ാമത്തെ മീനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ കിട്ടിയത് വലിയ മീനാണ്. വലിയ മീനാണ്. അതെ അതെ, നല്ല സൈസുള്ള മീനാണ് കിട്ടിയത് ഇപ്പൊ കിട്ടിയത്. അതുപോലെ തന്നെ നമുക്കൊരു കറിക്കുള്ള മീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി രോഹു കറി വെക്കാനായിട്ട് പോവാണ്. അതോടൊപ്പം നമ്മൾ നല്ല ചോറും കപ്പ വേവിച്ചതും എല്ലാം കൂടെ കൂട്ടി നമ്മളൊരു പിടി പിടിക്കാനായിട്ട് പോവാണ്. അതെ, ഇനി അടുത്ത കിട്ടുന്ന മീനല്ലേ നമ്മൾ ഗ്രില്ലടിക്കാനും വറക്കാനും വേണ്ടിയാ. തിളക്കുന്നുണ്ടോ നോക്കണേ. അവർക്കുള്ള കഷ്ണം അവർ മാറ്റി. നമ്മളെ മീനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഗൈസ്. അപ്പോൾ ഈ മീനെല്ലാം നമുക്ക് കറി വെക്കാനാണ്. അപ്പോൾ വലിയ മീനെല്ലാം കിട്ടുവാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ വെട്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ മുത്തണ്ണന്റെ മീൻ കറിയാണ് കേട്ടോ. അത് നല്ല രോഹു കറി. അപ്പൊ നമ്മുടെ മുത്തണ്ണ മസാല എല്ലാം ഇപ്പോഴേ തേച്ച് വെക്കുകയാണ് അല്ലേ? മസാല സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെങ്ങിന്നൂർ സ്പെഷ്യൽ ആണല്ലേ? ചെങ്ങിന്നൂർ കൂട്ടാണിത്. ചെങ്ങനെ കൂട്ടാണ്. കണ്ടില്ലേ, ഞാൻ ഇച്ചിരി ഉപ്പൂടെ ഇതിനകത്തോട്ട് ലാസ്റ്റ് ആയിട്ട് തൂവി കൊടുക്കും കേട്ടോ. സീക്രട്ട് റെസിപ്പിയാണ്, ഞാൻ പറഞ്ഞു തരത്തില്ല. അതുകൊണ്ടാണ് മസാലയെല്ലാം നമ്മൾ ഒതുക്കത്തിൽ കൂട്ടിയത് കേട്ടോ. വളരെ സീക്രട്ട് റെസിപ്പി. അതുകൊണ്ടാണ് ആറ്റുമീൻ കറിക്ക് പറ്റിയ എൻ്റെ വൈഫ് പറഞ്ഞിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ ആ ഒരു കൂട്ട് അവൾ എനിക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അവിടെ അമ്മയുടെ കൈപ്പുണ്യാണ്. അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഈ ഒരു സെറ്റപ്പ് ചെയ്ത കേട്ടോ. നൈസ് ആയിട്ടുള്ള ഒരു കറി ആയിരിക്കും, റോഹു കറി. കമ്പനിയുടെ ഇളക്ക സ്പെഷ്യലിസ്റ്റ് പമ്മനാണ്. പമ്മൻ അവന് നാണമാണ് ഇത് ഇളക്കാനായിട്ട്. ഉരുളിയിൽ നിൽക്കുമല്ലോ മാഷേ. എന്താ വെച്ചാ ഉരുളിയിൽ നിൽക്കുമല്ലോ. അതെ കഴിച്ചപ്പോ നമ്മുടെ മീനിന്റെ മസാല എല്ലാം കൂടെ മീനിന്റെ അകത്ത് ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്ക് എന്റെ മാഷേ. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, കൊട്ടത്തൈലം വാങ്ങി. പൊളിതാണ് എന്റെ പൊന്നു, അടിപൊളി സാധനം കേട്ടോ. കഴിച്ചപ്പത്തേ ഞാൻ കപ്പയൊക്കെ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെന്തുടഞ്ഞ കപ്പ നോക്കാം, വെന്തുടഞ്ഞ കപ്പ. അമ്മേ അയ്യോ, പൊളി സാധനം കേട്ടോ, പൊളി സാധനം. കഴിച്ചപ്പോ നമ്മുടെ എന്താ കപ്പയൊക്കെ റെഡിയാക്കി. പുറം കഴിച്ചു നോക്കിട്ട് പറയുന്നുണ്ടോ? കഴിച്ചു സൂപ്പറാ. കഴി 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 എങ്ങനെയുണ്ട്? ഭയങ്കര ഇവിടെ ഇപ്പൊ ഇറക്കിയതേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആ കറി ഒന്ന് വെന്ത് കഴിയുമ്പോ അതിനോട് ഈ കപ്പ പിടിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന്. പൊളിയായിരിക്കും അല്ലേ? പൊളി. പൊളി അടിപൊളി, നല്ല അടിപൊളി. വേണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയതേ. ഈ മീൻ നമ്മൾ മസാല തേച്ച് വെച്ചേക്കോ. ഇതെനിക്ക് കറി ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ കപ്പ കൂട്ടിയത് പിടിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയും. എൻ്റെ പൊന്നോ, അടിപൊളി വൈബ് കേട്ടോ. ഈ ഒരു മലയുടെ മണ്ടയ്ക്ക് വന്നതേ ഈ പാറക്കുളത്തിൽ നിന്ന് മീൻ പിടിച്ചിട്ട് നമ്മളിത് കറി വെച്ച് കപ്പയും ചോറൊക്കെ വെച്ച് കഴിക്കാനായിട്ട് പോകണം കേട്ടോ. നിങ്ങൾ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഒന്ന് ആസ്വദിച്ച് നോക്കണം. എൻ്റെ പൊന്നോ, ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സൈഡിലാണെങ്കിൽ പാചകമൊക്കെ പൊള്ളി തുടങ്ങി. അപ്പൊ അടുത്ത എന്താ കാടികിട്ട് കൊടുക്കാനായിട്ട് പോകണം. കാടികിട്ട് അങ്ങോട്ട് പൊട്ടിക്കണ. ചൈനയിൽ നിറയ്ക്കാണോ? ചൈന കാട് കാണാൻ നമ്മൾ ഇറക്കി കൊടുക്കുന്ന പെരുക്കേ പൊട്ടത്തുള്ളൂ. നമ്മുടെ കറിവേപ്പില അല്ലാണോ? കറിവേപ്പില അങ്ങോട്ട് ഇടുമ്പോഴത്തേന് പൊട്ടി. എന്റെ പൊന്നോ, അടുത്തേ കൊടുത്തേ പോലെയാ. ഇഞ്ചി പച്ചമുളക് ഇടുമ്പോ തന്നെ ഒരു മണം അങ്ങോട്ട് വരും. എന്റെ പൊന്നോ, വെളുത്തുള്ളി കഴിച്ചപ്പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം ഇട്ടുണ്ട് കേട്ടോ. നാടിക്കറി കപ്പ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അടിപൊളി സാധനം, അടിപൊളി സാധനം സൂപ്പർ സാധനം അല്ലേ? അടിപൊളി. നമ്മളെ മീൻ കറി കൂടെ വെന്ത് കഴിയുമ്പോൾ പിടിക്കുമ്പോൾ ഒരു 4 ചോദിക്കുന്നു. അടിപൊളി. ഇതുണ്ടോ കപ്പ നമ്മുടെ ആ ഒരു മുളക് ചട്നികൾ കൂട്ടി നടിക്കും കേട്ടോ. എന്താണ് സ്പെഷ്യൽ? എടുക്കാൻ പോവാ. സൈഡ് ചേർത്ത് അർജുൻ അർജുൻ ഇതെല്ലാം അറിയാം. അർജുൻ മീൻകറി സ്പെഷ്യലിസ്റ്റ്. ഉലുവ ഇടുക കേട്ടോ. ഉലുവ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കും. നമ്മുടെ സാധനം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ മൂപ്പിക്കാനായിട്ട് അടുത്ത് നമ്മള് സവാള അരി അങ്ങോട്ട് ഇടുക അല്ലേ? മൂത്ത സവാള നമ്മൾ ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കാൻ പോലെ ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കണം കേട്ടോ. അതെ, എന്തോ വൈബാണ് നിങ്ങളൊന്ന് ആലോചിച്ചു കാണുന്ന. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചോളം, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പ്രവാസികൾ, നമ്മുടെ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു സാധനം ഇത്. അവര് ഞെട്ടിത്തരും. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും, നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇത് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചുള്ള അവർക്ക് ഇതൊക്കെ വളരെ വിരളമായിട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഈ ഗ്യാങ്ങിന്റെ സെറ്റപ്പിൽ നമ്മൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഇതൊരു മീൻപിടുത്തം എന്റെ കണ്ണപ്പനും ദാസപ്പനും എന്നോട് പറഞ്ഞതിന്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെ അടിപൊളി ട്രിപ്പ്. അതിന് 1000 നന്ദി നിങ്ങൾക്ക് കേട്ടോ. പറയാതെ മുളകും മല്ലിപ്പൊടിയൊക്കെ കിട്ടില്ല. മുളകും മല്ലിപ്പൊടിയൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ നല്ല അടിപൊളി മുളക് കരിയുന്നതിന്റെ മണം വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി പച്ച തണ്ണി നമ്മുടെ ഗ്രേവിയിലോട്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ തന്തയ്ക്ക് ആരും വിളിക്കരുത്. ഒരു രക്ഷയില്ലാത്തൊരു മീൻപിടുത്തവും ഇവരെ എല്ലാരും കൊണ്ടുവന്നാണ്. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ്. വേറെ ഒന്നുമല്ല. കണ്ണപ്പനും ദാസപ്പനും ഇവർക്ക്
ഫിഷിംഗ് ട്രിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി ഫിഷിംഗ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്. ബാക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അതായത് നമ്മൾ കുട്ടനാടിന്റെ സൗന്ദര്യം ആസ്വദിച്ച് മീൻപിടുത്തമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് അത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു വെറൈറ്റി വീഡിയോ വേണം ചേട്ടൻ, അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അന്ന് ഒരു പാറക്കുളത്തിലെ മീൻപിടുത്തം ആട്ടെന്ന് പറഞ്ഞപ്പം ഇങ്ങേറെ അനിയൻ കണ്ണപ്പൻ്റെ അനിയൻ ദാസപ്പനാണ് പറഞ്ഞത്, മുത്തിയേട്ടാ അവനോട് ഈ കാര്യം പറയണ്ട, അവനോട് ആ കാര്യം പറയണ്ട, ഞാനത് ഡീൽ ചെയ്തോളാം, അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ഒരു കത്തിരി കത്തിക്കാനെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാനിങ്ങനെ. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല ഇമാതിരി ഒരു വൈബ് കിട്ടുമെന്ന് കേട്ടോ. ഭയങ്കര വൈബ്. ഇത് ഇവരുടെ തുള്ളിച്ചാട്ടം കാരണമാണ് ഇത്രയും. അല്ല ഈ ജനങ്ങളെ നിങ്ങൾ കണ്ടേ എന്തുവാ, ഈ മനുഷ്യരെല്ലാം വേണ്ട കത്തി നിൽക്കുക. അതാ ഇവരാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. ചുമ്മാ ആയിരിക്കുമല്ലോ കണ്ടോ, നമ്മളപ്പുറത്ത് ഇരിക്കുമ്പോ ഇവന്മാര് ഇവിടെ തീറ്റ കഴിച്ചോണ്ടിരിക്കണല്ലോ. ഷാർക്ക് ഞങ്ങക്ക് പണി തന്നു കേട്ടോ. വണ്ടി പഞ്ചറായി പോയി. അപ്പൊ അവിടെ പണിഞ്ഞോണ്ടിരിക്കുന്ന ചേട്ടന്മാര് നമുക്ക് വണ്ടിയുടെ ടയറൊക്കെ അഴിച്ച് തന്നിട്ടുണ്ട്. ഇനി സ്റ്റെപ്പിന് കാത്തിട്ട് വേണം ഇനി ഇടാനായിട്ട് കേട്ടോ. അവിടെ വെയിൽ കൊണ്ട് ചത്ത് ഞാനെന്നാ ഒന്ന് എ സിക്കകത്ത് കയറി വരാൻ കുറച്ചു നേരം കറങ്ങാൻ വേണ്ടി ഇവിടെ വന്നതാ. വണ്ടി പഞ്ചറായി പോയി. അവിടെ കാണാൻ വല്ല തണലും കൊണ്ടിരുന്നാ മതിയായിരുന്നു. ഒന്നും പറയണ്ട, ഒരു ഓഫ് റോഡ് അടിച്ചതാ. ഗൈസപ്പോ നമ്മൾ ടയറെല്ലാം കയറ്റിട്ടുണ്ട്. ഇനി വെയിൽ കപ്പ് മാത്രം വെച്ചാൽ മതി. ടയറൊക്കെ കയറ്റിയിട്ട് സെറ്റായിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അതിന്റെ ആണോ എന്തോ നമുക്കിപ്പോ അറിയാം. എന്റെ മോനെ അതുകൊണ്ടോ സെറ്റ്. എന്റെ മോനെ പോളി സാധനം, എന്റെ മോനെ ഇടുക്ക സാധനം കാണിച്ചോ. ജൈന്റ് സാധനം കേട്ടോ. നമ്മുടെ ജൈന്റ് അടിച്ച് കയറ്റി നല്ല അടിപൊളി ജൈന്റ് സാധനമാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഗ്രില്ലിനുള്ള സാധനം അല്ലേ. ഇപ്പൊ ഗ്രില്ലിനുള്ള ഐറ്റം നമ്മുടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി ജൈന്റ് സാധനമാണ് നമ്മുടെ ജൈന്റ് പിടിച്ച് കയറ്റിയിരിക്കുന്നത്. അപ്പൊ എന്റെ പോയിന്റ് ജൈന്റ് ഇറക്കുമല്ലേ. നമ്മൾ മീൻ ഇറക്കാൻ പോവാ. കിടിലം മീൻ കേട്ടോ. രക്ഷയില്ല ഗൈസ്, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള മീൻ കറിയാണ് ഞങ്ങൾ ഇവിടെ വെക്കുന്നത്. എന്റെ പൊന്ന് ഗൈസ്, അപ്പൊ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. മീൻ കറി ഞങ്ങളുടെ ചേട്ടനുണ്ട്. ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ ചേട്ടൻ. ചേട്ടാ രണ്ട് വാക്ക് പറഞ്ഞേ. ഒന്ന് പറ ചേട്ടൻ ഒന്ന് പറഞ്ഞേ. ചേട്ടന് സന്തോഷമായി നമ്മുടെ ആ വ്ളോഗിങ്. കൊച്ചു പിള്ളേരുടെ വൈബില് പുള്ളി ഭയങ്കര ഓണായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായി. 6 വർഷം കഷ്ടപ്പെടുന്ന. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കുളം ഫുള്ള് തന്നേക്കുവാണ്. മക്കളെ നിങ്ങൾ മൊത്തം മീനെ പിടിച്ചോളാന്ന് പറഞ്ഞിട്ട് അതല്ലേ പിടിച്ചെടുത്തോ എന്റെ മക്കളെ. നിങ്ങള് കഷ്ടമുണ്ട് കേട്ടോ. പുള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മള് പറഞ്ഞെന്താ അറിയോ, എന്റെ മക്കളെ നിങ്ങള് ഈ മീനെ മൊത്തം പിടിച്ച് കയറ്റിക്കോ, എനിക്കൊരു കുഴപ്പമില്ല നമ്മുടെ ചേട്ടൻ പറഞ്ഞു. പുള്ളിയാണ് ഹീറോ. അതെ, പുള്ളിയാണ് നമ്മളെ ഹീറോ. നമ്മുടെ മീനൊക്കെ നമ്മളിത് ഇവിടെ ഇറക്കി കൊടുക്കുന്നുണ്ടോ. അപ്പൊ ഇനി ഒന്ന് വെന്ത് പറ്റല്ലേ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചോറും കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി റോഹു കറി കേട്ടോ. അപ്പൊ ഇവനെ കൂടെ സെറ്റ് ആയിട്ട് ഇവിടെ നമുക്കൊന്ന് പിടിക്കാനായിട്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 3-3:30 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 4 മണിയൊക്കെ നമ്മൾ റെഡി ആകത്തുള്ളൂ. കറക്റ്റ് 4 മണി നമ്മള് സെറ്റപ്പ് ആവും. നമ്മളിന്ന് അടിപൊളി റോഹും കൂടി നല്ല അടിപൊളി നാടൻ കപ്പ കഴിക്കാനായിട്ട് പോകണല്ലേ. ചേട്ടാ കഴിച്ചിട്ടേ പോവാം കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. ജൈന്റ് ഇത് കാണിച്ചിട്ട് ജൈന്റ് തരുമ്പോ മീനെ തൂക്കൊണ്ടിരിക്കട്ടോ. എന്റെ പൊന്ന് ജൈന്റ്, നിങ്ങൾ രക്ഷയില്ല കേട്ടോ. സാധനത്തിനെ പിടിച്ചിട്ടാ ഇപ്പൊ കിട്ടിയതിലെ അടിപൊളി സാധനം കാണാം. ഇത് എത്ര കാണാതിരിക്കുന്നത്? ഇതൊരു 2.5 കിലോ 2 കിലോ 2.5 കിലോ ഉണ്ട്. 2.5 കിലോ സാധനം കാണും അല്ലേ. അപ്പൊ കയ്യിലോട്ട് ഇത് തരുമോ? ഇതിന് നമുക്ക് ഗ്രില്ലടിക്കാൻ വേണ്ടി എന്റെ ഉണ്ണിമോന് കിട്ടിയത് വെച്ച് ഏറ്റവും വലുത്. രാവിലെ എത്രാമത്തെ മീനാണ്? ഇത് 13ാമത്തെ മീനാണ്. ഇത് 13ാമത്തെ മീനല്ലേ നമ്മുടെ ഗ്യാങ്ങില്. നമുക്ക് ആദ്യം തൊട്ട് ചെറുത് വന്നത് ഏറ്റവും ലാസ്റ്റ്. ഇതിന് മുമ്പിട്ട് ഇതിനേക്കാൾ ഇച്ചിരി വലുത് കഴിഞ്ഞപ്പോ വേണ്ടേ. കിട്ടുന്ന മീനെ നമ്മൾ ഗ്രില്ല് അടിക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇപ്പൊ കിട്ടിയ നല്ല അടിപൊളി ജൈന്റ് സാധനമാണ്. ജൈന്റ്
അടിപൊളി മീൻ കേട്ടോ, ഒരു രക്ഷയില്ല, കിട്ടുക്കാൻ സാധനം. പിന്നെ കുറച്ച് കപ്പ എന്നേ ഗ്രേവിയില്ല, ഞങ്ങൾ കുഴച്ചൊരു പിടിയും കൂടെ പിടിക്കണ്ടേ. കഴിച്ചപ്പം ഒരു രക്ഷയില്ല, കിട്ടുന്ന സാധനം കേട്ടോ, അടിപൊളിയാണല്ലേ, സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കറി കിട്ടുമോ വരുമെന്നോ. ഇല്ല ഒരിക്കലും ഇല്ല, നല്ല സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റ് കൂടി അടിപൊളിയായിട്ട് നമ്മൾ പിടിച്ച് ലൈവ് മീൻ ഫിഷ് ചെയ്ത് ലൈവ് ആയിട്ട് അടിച്ച് നമുക്ക് തിന്നാൻ പറ്റി. ഇപ്പൊ നമ്മുടെ ദാസപുരാണ് ഗ്രില്ല് അടിക്കാനുള്ള മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏടാ ചെത്തി വൃത്തിയായി നോക്ക്, ഇത് കളയല്ലേ നമ്മൾ അർജുൻ പഠിപ്പിച്ച രീതി നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങളെ മീൻ കറി കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ എന്റെ പൊന്നോ, അടിപൊളി സാധനം. ജസ്റ്റ് നല്ല പാൻറ്റത്തൊക്കെ എടുത്ത് മാറ്റി കറി വെക്കണം. എന്റെ പൊന്നോ, നല്ല അടിപൊളി ചാറ് കേട്ടോ. എന്താണ് തലെടുക്കാൻ പോണോ? തല പൊട്ടി പിടിക്കാൻ പോണോ? എടുത്തോ, നീ കഴിച്ചു. ഓ എന്റെ പൊന്നോ, അതിന്റെ തല ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചോറും കപ്പയും നല്ല ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ റോഹു കറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇത് നമ്മുടെ അടുത്ത് നമ്മൾ ഊത്രപ്പള്ളി ആണെങ്കിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയാണോ കഴിച്ചിട്ട്? എൻ്റെ പൊന്നമ്മ ഒരു രക്ഷയില്ല. കപ്പയും മീൻ കറിയാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചോറാണ്. ചോറും വേണ്ടേ നമ്മളെ മീൻ കറി ഇങ്ങോട്ട് അങ്ങോട്ട് കുഴയ്ക്കുകയോ ഇതുണ്ടോ വേണ്ടേ, സവാള കൊണ്ട് തരും. സവാളയായിട്ട് വേണം വേണ്ടേ. അതെ ഇട്ടോട്ടോ. ഓക്കെ വേണ്ടേ അണ്ണാ, നിങ്ങൾ എന്തോണ്ട് കാണിച്ചു വെച്ചത് ഈ മീൻ കറി? കിടുക്ക സാധനം കേട്ടോ, ഞാൻ വെറുതെ പറയല്ലോ, അടിപൊളി സാധനം. ഇതേവരെ വെച്ചിട്ടില്ല ഞാനിത്. പൊന്നോ, ഒരു രക്ഷയില്ല. കപ്പേ മീൻ ചാർന്നുണ്ട സവാള എല്ലാം കൂടെ കണ്ടോ, കണ്ടോ കണ്ടോ. ഈ മീൻ അങ്ങോട്ട് പൊട്ടിക്കാം കേട്ടോ. ഇതുണ്ടോ ആര് വന്നാലും സബ്സ്ക്രൈബർ ആണല്ലോ. അടിപൊളി കേട്ടോ, രക്ഷയില്ലായിരുന്നു. നമ്മൾ ഇനി അടുത്തോടെ നമ്മൾ പറ്റിക്കാൻ പോകും. സമയമില്ല, അതുകൊണ്ടാണ്. അടിപൊളി ഫുഡ്, അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിന്റെ മുന്നിൽ വെച്ച് തന്നെ പിടിക്കുന്നു, അതിന്റെ മുന്നിൽ വെച്ച് തന്നെ കഴിക്കുന്നു. എനിക്ക് കൂടുതൽ എന്ത് വേണം? പ്രതീക്ഷയില്ല ഇത്ര മീൻ കിട്ടുമെന്ന്. മണ്ണെണ്ണ മണ്ണെണ്ണ നല്ല മണ്ണെണ്ണ, മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചിട്ട് കഴിഞ്ഞാല് ആളിട്ട് കത്തിട്ട് പെട്ടെന്ന് തീരൂട്ടോ. നമ്മുടെ പരിപാടിയെല്ലാം അവസാനിക്കാറായിട്ടോ, നല്ല സന്ധ്യയായി വന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ മീൻ ഗ്രില്ലടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ നമ്മുടെ കനൽ ചെറുതായിട്ടൊന്ന് നനഞ്ഞു പോയി. അതുകൊണ്ട് നമ്മുടെ മീനെല്ലാം തന്നെ ബാക്കി വന്ന മീനെല്ലാം നമ്മൾ തന്നെ ഫ്രൈ അടിക്കും കേട്ടോ. ഓ എന്റെ പൊന്നോ, സീന എടുക്കാൻ പോണോ അല്ലേ? അപ്പുറത്ത് നമ്മുടെ കാനലൊന്നും കത്തിയില്ല കേട്ടോ, അതുകൊണ്ട് നമ്മളത് ഫ്രൈ അടിക്കുവാണ്. ഗ്രില്ലടിക്കാൻ പോകണം. അപ്പൊ അടിപൊളി വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇല്ല തിരിച്ചിട്ടേ ഉള്ളൂ. തിരിച്ചിട്ടേ ഉള്ളൂ അല്ലേ? ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് മീനൊന്ന് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നാലും അടിപൊളിയാണ്, നല്ല കിടുക്കാൻ മണം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വേണ്ട നമ്മുടെ മീനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ ഗ്രില്ല് ചെയ്ത മീൻ നമ്മളിത് ഇറക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഒരു രക്ഷയിൽ അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, പൊളി സാധനം. മസാല കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. എല്ലാരും കഴിട്ട് വരും. എന്റെ പൊന്നെ എന്തോ ടേസ്റ്റ്, എന്റെ മോനെ എന്തോ ടേസ്റ്റ്. ചിക്കനാണോ? നിങ്ങൾ അനിയനോട് പറഞ്ഞു ഇതുപോലെ ടേസ്റ്റ് അടിപൊളി. നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ മുത്തണ്ണൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്ത് പോയി. ഇപ്പോൾ ഞങ്ങളെ വിടാനായിട്ട് അണ്ണം പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. നമ്മുടെ ദാസപ്പനും നമ്മുടെ ആൾക്കാരെല്ലാം ഉണ്ട്. സത്തല്ലടാ, ഓടിച്ചടിക്കില്ലടാ, അടിച്ച് ഓടിച്ച് കൈസപ്പോൾ രാവിലെ തൊട്ട പരിപാടിയായിരുന്നു അവിടെ, നിങ്ങൾ കണ്ടില്ലേ. അപ്പം എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ്. അപ്പം എന്തായാലും വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.